ഞാൻ വിചാരിച്ചോലല്ലോ നിങ്ങൾ. രൂപ, ദറംസ്, ഡോളറ്, നൂലുകെട്ട്, പാല് കാച്ച്. എല്ലാ അപ്പൻ്റെ ഓരോ അനുഗ്രഹം. അതെ. ആ ഉവ്വ. ആ പിന്നെ ആ രാംദാസ് ഇവിടെ വന്നിരുന്നു. കല്യാണത്തെ പറ്റി എന്നോട് സംസാരിച്ചു. നിങ്ങളുടെ അപ്പൻ്റെ ആഗ്രഹമായിരുന്നു പള്ളി പെരുന്നാളിന് മുമ്പ് കല്യാണം. പറ്റുമെങ്കിൽ അതെങ്കിലും ഒന്ന് സാധിച്ചു കൊടുക്കുക. ഇതാര്? എന്ത്? എനിക്ക് ഈ ആളും ആരോ ഒന്നും വലിയ ഇഷ്ടമല്ല. അതാ നിങ്ങളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. വാ, ഒരു പെഗടി. ചേട്ടാ, അവിടെ ഞങ്ങളെല്ലാരും തിരക്കും. എങ്കിൽ പിന്നെ ഞാൻ നിങ്ങളുടെ സമയം കളയുന്നില്ല. എനിക്കറിയാം, കല്യാണത്തിന്റെ തിരക്കൊക്കെ എനിക്ക് മനസ്സിലാവും. ഒരു 50 ലക്ഷം തന്നിട്ട് നിങ്ങൾ പോയിക്കോ. 50 ലക്ഷം രൂപ? ചേട്ടൻ എന്താ ഈ പറയണത്? കേട്ടിട്ടില്ലേ? ചേട്ടാ, ഇങ്ങനൊരു പരിധിയൊക്കെ ഉണ്ട്. ചേട്ടാ അലമ്പാകല്ലേട്ടാ. കരുണ കാണിക്കാൻ ഞാൻ ദേവപുത്രനൊന്നുമല്ല. എനിക്ക് യൂദാസിനെയാണ് ഇഷ്ടം. വിശുദ്ധന്മാരുണ്ടാവുമ്പോ യൂദാസന്മാരും ഉണ്ടാവും. നിങ്ങളുടെ ഈ കഥയിൽ ഞാനാണ് യൂദാസ്. എനിക്ക് വേണ്ടത് 30 വെള്ളിക്കാശല്ല, 50 ലക്ഷം രൂപയാണ്. അതിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ടല്ലോ ഏട്ടാ. യുവദാസിനോട് വെറുക്കാൻ ഞങ്ങൾ കർത്താവും അല്ല, വിശുദ്ധന്റെ മക്കളും അല്ല. സ്വർഗം തുറക്കുന്ന
ഈ കൂട്ടായ്മയില് ഇവരുടെ മുമ്പോട്ടുള്ള ജീവിതമാകുന്ന യാത്രയില് അനുഗ്രഹമായി എത്തിയിരിക്കുന്നവര് ഇവർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സബാന്റെയും മേരിയുടെയും മക്കളായ ജിജോയെയും ജിൻഡോയെയും കല്യാണം കഴിക്കാൻ സമ്മതമാണ്. ഞങ്ങളുടെ പുരോഗതി വെച്ച് നോക്കുമ്പോ നിങ്ങൾ കെട്ടേണ്ട ഗതികേടൊന്നും ഞങ്ങൾക്കില്ല. ഓട്ട പെങ്ങളെ. കർത്താവേ, പവിത്രമായ ഈ താലി ശുദ്ധീകരിക്കണമേ. സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും ഒരു മനസ്സോടെ കഴിയാൻ ഇവരെ അനുവദിക്കണമേ. നിങ്ങളുടെ പിതാവും അനുഗ്രഹിക്കപ്പെട്ടവനുമായ സഭാനോശ്വര മനസ്സിൽ ധ്യാനിച്ച് ഈ താലി അണിയിച്ചാൽ സബാനോസ് വിശുദ്ധനല്ല. സബാനോസ് വിശുദ്ധനല്ല. സബാനോസ് വിശുദ്ധനല്ല. ഹായ് ബ്രാവ്. വിശുദ്ധനോട് കളിച്ച അങ്ങനെ ഇരിക്കും. വിശുദ്ധനെ പറഞ്ഞതിന് വിശുദ്ധൻ തന്നെ പണി കൊടുത്തു. കെട്ടട കെട്ടോ. അങ്ങോട്ട് കെട്ടടാ. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ. ഒരു മിനിറ്റ്. ദൈവാനുഗ്രഹം കൊണ്ട് കാര്യങ്ങളെല്ലാം മംഗളമായിട്ട് നടന്നു. ഇനി പോയി ആ കല്ലറയിൽ പോയി പ്രാർത്ഥിക്കും. അച്ഛോ, അപ്പന്റെ കല്ലറയിൽ അപ്പനില്ലെന്ന് അച്ഛനും അറിയാം, ഞങ്ങൾക്കും അറിയാം. എടാ, നിങ്ങളുടെ അപ്പൻ ഒരിടത്തും പോയിട്ടില്ല. അമ്മച്ചിയുടെ കൂടെ തന്നെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എല്ലാം മോളിൽ ഒരാൾ കാണുന്നുണ്ടെന്ന്. ഹലോ ഹലോ ജോണി ചേട്ടാ, അതെ ഞങ്ങൾ വന്നോണ്ടിരിക്കുക. ഹലോ ഹലോ ഹലോ. ചേട്ടും കിട്ടുന്നില്ല. വാടാ, പള്ളി പോയി നോക്കാം. കേറ്. എന്റെ ദൈവമേ, പോലീസ്. ഈ ഒരു കാര്യം ചെയ്യും, പള്ളിയിലങ്ങോട്ട് വിടും. അച്ഛനും ഇല്ല അവിടെ. നമുക്ക് അച്ഛനോട് പറഞ്ഞ് അപ്പനൊന്ന് വെഞ്ചിരിച്ചിട്ട് കൊണ്ടുപോയില്ല. പക്ഷെ പേടിക്കാനൊന്നുമില്ല അച്ഛോ, എല്ലാം ജോണിച്ചേട്ടൻ സെറ്റ് ആയിട്ടാന്ന് പറഞ്ഞു. എന്തോ നടക്കുന്നത് പോകുന്നത് കാണാനില്ല. ഇവന്മാരിത് എവിടെ നിന്നും മാന്തി എടുത്താടാ. ഏതെങ്കിലും കല്ലറ കുത്തി പൊളിക്കണം. ആണോ? എന്നാ തട്ടിക്കോ, നാളെ ഒന്ന് എടുക്കാം. കൊടുക്കാൻ കറങ്ങി തിരിഞ്ഞ് നിങ്ങളുടെ അപ്പൻ ഭാര്യയുടെ അടുത്ത് തന്നെ എത്തി. എന്നാലും ഞങ്ങളോട് വേണ്ടായിരുന്നു അച്ഛോ. എടാ, അടുത്ത ദിവസം പറയാനിരുന്നതാ. പക്ഷെ ആ കപ്പിയാര് പണി പറ്റിച്ചില്ലേ, കാര്യങ്ങളൊക്കെ കൈവിട്ടുപോയി.
എനിക്ക് വാ തുറക്കാൻ പറ്റും. ആ ഏതായാലും നിങ്ങൾക്കൊരു ജീവിതമായി, എനിക്കും ഒരു ജീവിതമായി. അപ്പനെ ഓർത്ത് വ്യാകുലപ്പെടേണ്ടെന്ന് കരുതിയാണ് ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞത്. ഇനി അപ്പൻ്റെ ആഗ്രഹത്തിനൊത്ത് ദൈവവിശ്വാസത്തോടെ നല്ല അന്തസ്സായിട്ട് അങ്ങ് ജീവിക്കുക. അപ്പൊ അച്ചോ ആ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? എങ്ങനെ? അച്ചോ ഏ ഈ അന്ധമായ വിശ്വാസങ്ങൾ ഉള്ളിടത്തോളം ഞങ്ങളും സേഫാണ്, അച്ഛനും സേഫാണ്. അപ്പൊ ഇനി ചെറിയ കളികളില്ല, വലിയ കളികൾ മാത്രം. കർത്താവേ, അനക്കൊണ്ടല്ലോ വയലോട്ടാണല്ലോ ഞാൻ അവലിസുണ്ട തിരികെ.